ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ഓയൂർ ആറ്റൂർ കോണത്താണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 8.25 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു വീടിന്റെ കാഴ്ചകളാണ്. ഇത് 500 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളായിരിക്കും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്ന് വേണം കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് പോകുന്നത് ഈ കാണുന്ന ഒരു കുഞ്ഞു വഴി കൂടെയാണ്. ഇവിടുന്ന് 400 മീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ആ ഒരു വീടെത്തുന്നത്. ഇതിലേക്കൂടെയാണ് കേട്ടോ ഇവർ എക്സലന്റ് കൺസ്ട്രക്ഷൻ സാധനങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ഇതിലേക്കൂടെ നടന്ന് ചുമന്ന് കൊണ്ടുപോയിട്ടാണ് കേട്ടോ വീടിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ആ വഴി കാണിച്ചു തരാം. പിന്നെ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് അതും കൂടെ കാണാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ പുഴ. ഒരുപാട് പേര് കുളിക്കാനും കഴുകാനും ഒക്കെ ഇവിടെ വരാറുണ്ട്. ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ്, നല്ല ഭംഗിയാണ്. ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ്. അപ്പം എന്താ നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. ഇത് ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റുന്ന അത്രയും വീതി കുറഞ്ഞ ഒരു വഴിയാണ്. അപ്പോൾ ഇതിലൂടെയാണ് പണിക്കാർ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. ഇങ്ങനെയുള്ള വഴി കൂടെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് പോകുന്നത്. ഈ വഴി കൂടെയാണ് സാധനങ്ങൾ ചുമന്നാണ് ആൾക്കാർ, നമ്മുടെ പണിക്കാർ ഇവിടെ വന്ന് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു വീട് മാത്രം നിൽക്കുന്നത് 4 സെന്റ് പ്ലോട്ടിലാണ്. ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എക്സലന്റ് കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിതിൻ്റെ ഉടമസ്ഥയായ ജസീനയോട് തന്നെ ചോദിക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥയായ ജസീന നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ എത്ര നാളായി പാല് വെച്ച് കഴിഞ്ഞിട്ട്? കഴിഞ്ഞ മാസം 28-ാം തീയതി. ഇവരിലോട്ട് എങ്ങനെ എത്തുന്നത്? എക്സലന്റ് കൺസ്ട്രക്ഷൻ അനന്തൂരിലോട്ട് എങ്ങനെ എത്തുന്നത്? വേറൊരു വീട് വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തതാ. ഓക്കെ, എങ്ങനെയുണ്ട് വീട് പാലുകാച്ചൊക്കെ കഴിഞ്ഞപ്പോൾ? കൊള്ളാം, നല്ലൊരു മോഡലൊക്കെ ചെയ്തു തന്നിട്ടുണ്ടല്ലേ. നമ്മളിതെങ്ങനെയാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ അങ്ങനെയല്ലേ? പഞ്ചായത്തിന്റെ. എത്ര ഉണ്ടായിരുന്നു? 4 ലക്ഷം. ബാക്കി നമ്മളും കൂടെ ഇട്ടിട്ട് ചെയ്ത് അല്ലേ. നമ്മുടെ ഈ ഒരു സ്ഥലം കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ വീട് പണിയാൻ? വഴി ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി പേര് വന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവർ വന്നിട്ട് ഉറപ്പായിട്ടും പറഞ്ഞ് ആയാലും എങ്ങനെയാണെങ്കിലും വെച്ച് തരാന്ന്. അതൊരു വലിയ ഇതാണ്, കാരണം നമുക്ക് ഇങ്ങോട്ട് വഴിയില്ലാത്തത് കൊണ്ട് ഓരോരുത്തർ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഒന്നും ലേബൽ ചാർജ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല അപ്പുറം, ഇല്ലെങ്കിൽ ചിലർ കേൾക്കുന്നില്ല. ലാസ്റ്റ് ഇവർ വന്നിട്ട് ഉറപ്പായിട്ടും വീട് വെച്ച് തരാം എന്ന് പറഞ്ഞ്. കാരണം നമുക്ക് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെച്ചിരിക്കുന്ന വീടാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് അവര് ചെയ്തു തന്നിരിക്കുന്നത് അല്ലേ. അത്രയും അവിടുന്ന് ഇത്രയും പേര് ചുമന്ന് വേണം സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ. വരാൻ പറ്റത്തില്ല, അങ്ങനെ ചുമന്ന ഇതെല്ലാം കൊണ്ടുവന്നത് പാറ മുതല് എല്ലാം. അപ്പൊ അവരുടെ ഒരു ഭയങ്കര എഫേർട്ടും കൂടി നമ്മള് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതും ഒരു വീട് നമ്മൾ ചുമ്മാതെ അങ്ങ് വെച്ചിരിക്കുകയല്ല അല്ലേ, ചുമ്മാ സിമ്പിളായിട്ടല്ല, കുറച്ച് അത്യാവശ്യം മോഡലൊക്കെ കൊടുത്തിട്ട് ആ ഒരു ഭംഗിയിൽ തന്നെ ഒരു ആ വീട് നല്ലൊരു എന്താ പറയാ, നല്ല സ്ട്രോങ് ആയിട്ട് നല്ലൊരു വീടായിട്ടോ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബാക്ക് സൈഡിലൊക്കെയാണ് മറ്റ് വീടുകൾ വരുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വീടിൻ്റെ സൈഡും ബാക്കും ഒക്കെ കണ്ടിട്ട് ഉള്ളിലെ കാഴ്ചകളിലോട്ട് പോകാം. അപ്പോൾ വീടിൻ്റെ ബാക്കിലായിട്ട് ഈ കാണുന്ന ഷെഡിൽ ഇവിടെയാണ് 12 വർഷത്തോളമായിട്ട് അവർ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് പൊളിച്ച് മാറ്റിയിട്ടില്ല, അവിടെ നിന്ന് ഇനിയും സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പം പുതിയ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഹാള്, അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്, നല്ലൊരു ഹാള്. അതിനകത്തൊരു ചെറിയ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ തന്നെ ഡൈനിങ് ഇടാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. നല്ലൊരു ഹാളാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്, ഒരു കോമൺ ബാത്റൂം, പിന്നെ കിച്ചൺ. ഇത്രയാണ് ഈ വീട്ടിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം. ബെഡ്റൂം ഒന്നും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടല്ല വന്നിരിക്കുന്നത്.
പകരം ഒരു കോമൺ ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വീടിൻ്റെ വർക്കിൻ്റെ ഒരു ഫിനിഷിങ് നല്ല രീതിയിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലോറിലൊക്കെ തന്നെ വിട്രിഫൈഡ് ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇവിടുത്തെ ഈ കബോർഡ്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ലോഡ് സ്ലാബും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വെളിയിൽ കാണുന്ന ഈ ഒരു ഷെഡ് കണ്ടോ, ഇവിടെ ആയിരുന്നു നേരത്തെ ഇവർ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത്രയും മനോഹരമായൊരു വീട്ടിലേക്ക് അവരിപ്പോൾ താമസിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മനസ്സ് നിറഞ്ഞ വീട് എന്ന് തന്നെ പറയാം. നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെയും മനസ്സ് നിറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീട് കണ്ടപ്പോൾ. നല്ലൊരു മോഡലിൽ ചെറിയൊരു സ്ലോപ്പിംഗ് റൂഫൊക്കെ കൊടുത്തുകൊണ്ട് ഭംഗിയാക്കി ചെയ്തിട്ടുള്ളൊരു വീടാണിത്. ഒരു ഷെഡ് അതിലായിരുന്നു താമസം. അതിലാ ഇത്രയും കാലം 2 കൊച്ചുങ്ങളെ കൊണ്ട് 12 വർഷമായി താമസിച്ചുകൊണ്ടിരുന്നേ. ഇത് ആദ്യം പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയത് അഡ്രസ്സ് തെറ്റിപ്പോയി. എൻ്റെ റേഷൻ കാർഡിൻ്റെ അഡ്രസ്സായി പോയതുകൊണ്ട് അപേക്ഷ കൊടുത്തത് ഒന്ന്, വന്നത് വേറെ ഒന്ന്. അതുകൊണ്ട് അവർ കൊടുത്തില്ല. പിന്നെ വീടില്ലാഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട കൊച്ചുങ്ങളെ കൊണ്ട് ഒരുപാട് പാടുപെട്ടാ അത് ജീവിച്ചത്. അത് കണ്ടപ്പോൾ ഈ ഇപ്പം വന്ന കണ്ടറാക്ക് എന്തായാലും അതിൻ്റെ പാവത്തം കണ്ടുകൊണ്ട് ഇത് ഏറ്റെടുത്ത് ഇത് ചെയ്ത് കൊടുത്ത്. ആ കണ്ടറാക്കിൻ്റെ ഒരു ഗുണം കൊണ്ടാണ് ഇത്രയും ഇങ്ങനെ സുഖമായി വന്നത്. വീട് കണ്ടപ്പോൾ സന്തോഷമായില്ലേ? അപ്പം സന്തോഷമായി. ശരി ഉമ്മ. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉമ്മാക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാതെ വെച്ചിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് 500 സ്ക്വയർ ഫീറ്റിലാണ്. വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ റൂംസ് വരുന്നത് 10 അടി 10 അടിയും 10 അടി 8 അടിയാണ് കേട്ടോ 2 ബെഡ്റൂംസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് എക്സലൻറ്റ് കൺസ്ട്രക്ഷൻസ് ആണ്. വളരെ ഭംഗിയായിട്ട് 8.25 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീട് അവർക്ക് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. എന്താ പറയുക, അതിനകത്ത് കൂടുതൽ അവരുടെ കൂടി എഫേർട്ട് ഉണ്ട് കേട്ടോ. ഈ ഒരു വീടിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ അവർ ഫ്രീ ആയിട്ട് അവരുടേതായ ഒരു ഗിഫ്റ്റായിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. കാരണം അവർ പറഞ്ഞു വെള്ള പൂശി തന്നാൽ മതി എന്നാണ് ഈ വീട്ടുകാർ ഈ വീട് വെച്ചവരോട് പറഞ്ഞത്. പക്ഷേ അവർ ആ ഒരു ഇതിൽ പെയിൻറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയാക്കി, നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു ഭംഗിയും ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കിച്ചണിലായാലും ഈ ഒരു പിന്നെ കബോർഡ്സ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ വരുന്ന കബോർഡ്സും ഒക്കെ അവരായിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീട് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതുപോലെ വീടിനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ എത്രയും വേഗം നല്ലൊരു വീട് സ്വന്തമാവട്ടെ എന്നും കൂടി ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.